നമസ്കാരം, ന്യൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന ഹൈക്കോടതി വിധിയിൽ തുടങ്ങാം. ഡോക്ടർ റീനയെ ഒഴിവാക്കിയ വിധി ശരിവെച്ച് ട്രിബ്യൂണലിന്റെ വിധി തടഞ്ഞു. അത് മറ്റേ ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള മാറ്റമാണ്. ഈ ഡോക്ടർ റീനയെ ആരോഗ്യവകുപ്പിൽ നിന്നും സ്ഥലം മാറ്റിയതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും കൊടുത്തപോലെ വാർത്ത കൊടുത്തെങ്കിൽ ഞാൻ അതേക്കുറിച്ച് വീഡിയോ ചെയ്തില്ല. നിരവധി പേര് എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ പറയുന്ന അശോകിന്റെയും പ്രശാന്തിന്റെയും ഒക്കെ കാര്യത്തിൽ ആവേശം കാണിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവരെ ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഞാൻ അവർ സ്ത്രീ ആയതുകൊണ്ട് അവർക്കെതിരെ തൽക്കാലം ചെയ്യണ്ട എന്നോർത്ത് വിട്ടതാണ്. യഥാർത്ഥത്തിൽ അവർ സർവീസിലിരുന്നു കൊണ്ട് ചെയ്തിരിക്കുന്ന വൃത്തികേടുകളുടെ ഒരു കൂമ്പാരം എൻ്റെ കയ്യിലുണ്ട്. ഇനിയിപ്പോൾ കൊടുക്കാം, കാരണം അവർക്കെതിരെയുള്ള അച്ചടക്ക നടപടി ശരിയാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഒന്ന്, അവരുടെ ഞാൻ നാളെ വിശദമായ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിന് വിശദാംശം കിടക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഗണേഷ് കുമാർ പറഞ്ഞത് ഇതുപോലൊരു അഹങ്കാരി സർവീസിലില്ല, അവരെ മാറ്റിയത് നന്നായി എന്ന് പറഞ്ഞില്ലേ ഗണേഷ് കുമാർ പറഞ്ഞു. അതായത് അവരെ മാറ്റിയത് നന്നായി, ഇതുപോലെ അഹങ്കാരി ഇല്ല എന്ന് ഗണേഷ് കുമാർ അവർ പറഞ്ഞു. ഞാൻ ആരോഗ്യമന്ത്രി മുരളീധരനോട് സംസാരിച്ചു. മുരളീധരൻ പറഞ്ഞു, മന്ത്രിയുടെ കസേരയിൽ ഞാൻ ഇരിക്കുവാണെങ്കിൽ അവരെന്റെ കീഴിൽ ഡയറക്ടർ, ഞാൻ പറഞ്ഞു കോടതി, ആ കോടതിയൊക്കെ ഒരു കോടതിയുടെ മേളിൽ കോടതി ഉണ്ടല്ലോ, അതുപോലെ അഹങ്കാരിയായ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത എന്ന് മാത്രമല്ല മന്ത്രിയുടെ പരാതി വിഷമം പറഞ്ഞെന്താന്ന് വെച്ചാൽ ഈ നിപ്പ കേസ് ഉണ്ടാവുമ്പോൾ അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് മന്ത്രിയുടെ കൂടെ പത്രസമ്മേളനത്തിലിരുന്ന് അവര് മിണ്ടാതിരുന്നു. പക്ഷെ അവരുടെ വാദം അങ്ങനെയല്ല. അവര് പറയുന്നത് ഞാൻ അപ്പൊ തന്നെ മന്ത്രിയെ വിളിച്ച് പറഞ്ഞിരുന്നു, അതൊക്കെ നുണ പറയുന്നത്. അതായത് അതാണ് ഇന്നലെ നിയമസഭയിൽ മുരളീധരൻ പറഞ്ഞത്. സർക്കാർ മാറിയത് അറിയാത്ത ചില ഉദ്യോഗസ്ഥരുണ്ട്, അതെ, അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ അറിയാമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും, അത് മാത്രമല്ല ഇവരെ ഡീപ്രൊമോട്ട് ചെയ്തിട്ടില്ല, ഇവരുടെ സാലറി ഒക്കെ അത് തന്നെയാണ്. എന്ന് മാത്രമല്ല 3 വർഷത്തിൽ ഒരാളെ നിയമിച്ചാൽ 3 വർഷം കഴിഞ്ഞാൽ മാറ്റണം എന്നാണ് നിയമം. അങ്ങനെയുണ്ട്. മെഡിക്കൽ കോളേജിന്റെ കഥ എടുക്കാം. മെഡിക്കൽ കോളേജിൽ ഇന്നത്തെ സൂപ്രണ്ട് നാളെ HOD ആയിരിക്കും, നാളെ ആയിരിക്കും വേറൊരാളായിരിക്കും സൂപ്രണ്ടായി വരുന്നത്. പ്രിൻസിപ്പൾ പോലും മാറി വരാറുണ്ട്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ ഈ ആരോഗ്യവകുപ്പിന്റെ ഡയറക്ടറെ അവർക്ക് മാറ്റാനുള്ള എല്ലാ യോഗ്യതകളോട് മാറ്റിയതാണ്. സർക്കാരിന് മാറ്റാമല്ലോ. ഇത് പിന്നെ ഇതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. അവര് പിന്നെ കാറ്റിൽ പോയിട്ട് കാറ്റ് സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവ് അന്നേരം റദ്ദാക്കി. ഇപ്പൊ ഒത്തിരി പേര് പോയിട്ടുണ്ടല്ലോ. ഇപ്പൊ സ്ഥലം മാറ്റത്തിനെതിരെ എല്ലാവരും പോകുന്നുണ്ട്. കാരണം പുതിയ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മാറ്റമുണ്ട്. ഓരോരുത്തരും പോയി ഇതിന് സ്റ്റേ മേടിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ തൽസ്ഥിതി തുടരാനുള്ള ഒരു ഉത്തരവ് മേടിക്കുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ എല്ലാം പുറകെ സർക്കാർ പോകണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇത് അതുപോലെ സീരിയസ് ആയ ഒരു വിഷയം. ഈ കാറ്റിൽ ഈ തിരിച്ചടി കിട്ടാൻ കാരണം, ഞാനെന്ന് ആരോഗ്യമന്ത്രി വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ഇതിന് മോശമായി പോയില്ലെന്ന് ചോദിച്ചു. ഷാജാ, കാറ്റിൽ വക്കീലിനെ വെച്ചിട്ടില്ലെന്ന് പറഞ്ഞു തരും നമ്മള്. അതായത് സർക്കാരിന്റെ വക്കീലില്ല, സർക്കാരിന്റെ ഭാഗം അവിടെ പറയാൻ ആരും ഇല്ലായിരുന്നു. അപ്പൊ സർക്കാർ ഭാഗം പറയുന്നിടം വരെ ഇവരെ ആ തൽസ്ഥിതിയിൽ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നേരെ ഹൈക്കോടതി പോയി. അപ്പൊ എന്ത് ചെയ്തു? അപ്പൊ തന്നെ അടിയന്തരമായിട്ട് അഡീഷണൽ ഏജ് ഉണ്ടല്ലോ, അഡീഷണൽ ഏജ് തന്നെ പങ്കെടുത്തു. മുഹമ്മദ് ഷാ എന്ന് പറഞ്ഞ അഡീഷണൽ ഏജ് ഉണ്ട്. ഞാൻ ഇന്നലെ വിളിച്ച് ചോദിക്കുമ്പോൾ ഞാൻ ഇത് ഫോളോ ചെയ്യുക, ഞാൻ ഈ കാര്യം വിളിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അഡീഷണൽ ഏജിയെ തന്നെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണെന്ന്. എന്തായാലും റിസൾട്ട് കിട്ടി, സർക്കാരിന് അഭിനന്ദനങ്ങൾ. അല്ലെങ്കിൽ ഇവരെല്ലാം കൂടി സർക്കാരിന്റെ പുറത്ത് കയറുമായിരുന്നു. അവര് പറയുന്നതൊക്കെ ശരിയാണെന്ന് വന്നേ. ഈ ഭരണം മാറിയിരിക്കുന്നു. ഭരണം മാറിയ സാഹചര്യത്തിൽ പുതിയ സർക്കാരിന്റെ പോളിസി എന്താണോ അതാണ് നടപ്പിലാക്കേണ്ടത്. അല്ലാതെ പഴയ കമ്മ്യൂണിസ്റ്റ് ആവേശം തലയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ മാറ്റുക തന്നെ വേണം. അതാണ് ഈ മീനാക്ഷി എന്ന് പറഞ്ഞ പുതിയ ഡയറക്ടർ, അവരെ കസേരയിൽ നിന്ന് ഒഴിഞ്ഞതേ ഇല്ല. അവര് പറഞ്ഞു സർക്കാർ എന്നോട് പറയാ ഞാൻ ഒഴിയത്തില്ല. കറക്റ്റ് അല്ലേ? കറക്റ്റ് കാര്യമാണ്. എനിക്ക് സർക്കാർ ഉത്തരവ്, കാറ്റിലെ ഉത്തരവ് കൊണ്ടുവന്നത് ഓക്കെ. അല്ലെങ്കിൽ കാറ്റ് അവരോട് ആ കസേര ഇറങ്ങും, അവരെ നിങ്ങളെ മാറ്റി അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം കാറ്റ് എന്ന് കൊടുത്തിരിക്കുന്ന ഉത്തരവ് ഈ തൽസ്ഥിതി നിലനിർത്താൻ മാത്രമേ പറ്റുള്ളൂ. അവരെ ഇറക്കി വിടാൻ അതിനകത്ത് ഇവർ കക്ഷി പോലും അല്ല. തൽസ്ഥിതിയിൽ ഇപ്പൊ അവരാ ഡയറക്ടർ. അല്ല, ഒരു വശം. അത് മാത്രമല്ല അവരിതിലെ കക്ഷി പോലും അല്ല. അതെ, മീനാക്ഷി. അതെ. അപ്പൊ അവർക്ക് കാറ്റിന്റെ ഉത്തരവ് ബാധകമല്ല. അതാണ്. അത് എന്തായാലും ആ സർക്കാരിന്റെ ഒരു ധീരമായ നീക്കമായിരുന്നു. നീക്കം വിജയിച്ചു. ഒരിക്കൽ കൂടി അത് നന്നായി അഭിനന്ദിച്ചുകൊണ്ട് ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയേണ്ടതുണ്ട്. നമ്മുടെ നിയമസഭാ സമ്മേളനം ഇപ്പൊ കാണുന്നു. സത്യം പറഞ്ഞ ഞാൻ എന്റെ ആദ്യത്തെ വീഡിയോ പറഞ്ഞിട്ട് പോയിട്ട് ശ്രദ്ധിച്ചായിരുന്നു. അതായത് ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള ചാനൽ ഏഷ്യാനെറ്റാ. അതെ, ഈ കണക്കിന് പോയാൽ ഈ സഭാ TV ആയിരിക്കും റേറ്റിംഗ്. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദിവസം ഇതുപോലെ നമ്മുടെ ഈ ചർച്ചക്കിടയിൽ എന്നെ രസമാ. സഭാ TV ഭയങ്കര രസമാണ്. മാത്രമല്ല ഈ ഇവര് പ്രതിപക്ഷം ഇങ്ങനെ ഉത്തരം മുട്ടി ഇങ്ങനെ നിൽക്കും. ഇവർ ഓരോ വിഷയം കൊണ്ടുവരുന്നു, അവർക്ക് തന്നെ തിരിച്ചടിക്കുന്നു. അതോടെ ഇവരവിടെ ഇരിക്കുന്നു.
ഇത് കാണാൻ വേണ്ടി ജനങ്ങൾ ഒരുപാട് ഇത് കാണുന്നുണ്ട്. ഇത് ലൈവ് സ്ട്രീമിംഗിൽ 2.5 ലക്ഷം ഇന്ന് ഞാൻ നോക്കുമ്പോൾ 3000 പേര് ലൈവായിട്ട് കാണും. നമ്മളൊക്കെ ലൈവ് വിടുന്നുണ്ട്. നമ്മൾ ഇതെടുത്ത് ലൈവ് കയറ്റി എല്ലാവരും ചാനലിൽ ലൈവ് വിടുന്നു. എല്ലാത്തിനും കൂടെ പോകുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. സഭ വിടുന്നു, കൂടാതെ ചാനലുകൾ വിടുന്നു. എല്ലാ ഇവരും ഈ കോൺഗ്രസ്സുകാരും സൈബറുകാരും എടുത്ത് കട്ട് ചെയ്ത് അങ്ങ് അടിക്കും. നമ്മള് റീൽസ് കട്ട് ചെയ്ത് വിടുന്നുണ്ട്, ഒരുപാട് പേര് വിടുന്നുണ്ട്. ആ റീൽസിലാണ് ഇതിന്റെ നോക്കൂ. അതായത് ഈ കേരളത്തിൽ വാർത്ത ഏറ്റവും കൂടുതൽ, നിയമസഭാ വാർത്ത ഏറ്റവും കൂടുതൽ നിയമസഭാ ടി വിയിലാണ്. ആ അവസ്ഥയിലേക്ക് എന്നുവെച്ചാൽ അതിന്റെ കാരണം എന്താണ്? 102 MLA-മാര്, അതിലൊരു 3-2 പേര് എടുത്താൽ പോലും അതെ എത്ര പേരാ? എല്ലാം മിടുക്കന്മാര്. കുറച്ച് പേരങ്ങ് തഴഞ്ഞു. അതെ, നമുക്കറിയത്തില്ലാത്ത 102 പേര് കുറെ പേരെ നമുക്ക് തഴയാ. ഇതിപ്പോ എല്ലാരും അങ്ങ് കയറി ആളായി. അത് തിരിച്ച് മറുപത്ത് ആരാ ഉള്ളേ? മറുപുറത്തുനിന്ന് ഇന്നലെ വന്ന റിയാസിനെ മുരളീധരൻ എടുത്ത് കൊടുത്തു വിട്ടില്ലേ? റിയാസിന്റെ ഓക്കെ, ഒരു വശത്ത് റിയാസിനെ മുരളീധരൻ കൊല്ലുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് സത്യം പറഞ്ഞ VD സതീശന്റെ ഉത്തരമാണ്. OJMP ഏതാണ്? ആറ്റിങ്ങൽ MLA അമ്പി എണീറ്റിട്ട് പറയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ മുടങ്ങി. VD സതീശൻ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ ക്ഷേമ പെൻഷൻ അല്ല. അതെ, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുതേ. 2000 ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഫെബ്രുവരിയിൽ നിങ്ങൾ തുടങ്ങി 2 മാസം മാത്രം കൊടുത്ത ഒരു ഉഡായിപ്പാണ് ഇത്. ആ സ്ത്രീ സുരക്ഷാ പെൻഷൻ വേണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പ്രകടനത്തിലും പറഞ്ഞിട്ടില്ല, ഒന്നിലും പറഞ്ഞിട്ടില്ല. അവിടെ തീരുമാനിക്കുമ്പോൾ വിവരം അറിയിക്കാം. തീർന്നു. ഇനി ഒന്നും പറയാനില്ല. ഉത്തരമുട്ട് ക്ഷേമ പെൻഷന്റെ ചോദ്യം അതിനേക്കാൾ രസമുള്ളതെന്ന് അറിയോ? അത് അടുത്തതാണ്. നമ്മുടെ മൊയ്തീൻ ചോദിക്കുകയാണ്. AC മൊയ്തീൻ പറഞ്ഞിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ 3000 രൂപയായി ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ എന്നിട്ട് ഇതുവരെ ആക്കിയില്ല. ഇവിടുത്തെ അടിയാണ്. VD സത്യൻ ചാടി അണിയിക്കുക. ഈ സർക്കാർ 6 കാര്യങ്ങൾ പറഞ്ഞു ഇന്ദിരാ ഗ്യാരണ്ടിയില്. അതിൽ 2 നടപ്പിലാക്കി 1 മാസത്തിനിടയിൽ. ബാക്കി 4 നടപ്പിലാക്കും. എന്നാൽ നിങ്ങളുടെ സർക്കാർ 1600 രൂപയിൽ നിന്നും 2500 രൂപയാക്കും എന്ന് പറഞ്ഞാണ് 2021 മത്സരിച്ചത്. 2026 വരെ 1600 തുടർന്നു. 2026 തെരഞ്ഞെടുപ്പ് അടുത്തായപ്പോൾ നിങ്ങൾ 2000 ആക്കി, 400 രൂപ കൂട്ടി, 2500 ആക്കിയില്ല. പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ നിറകേട് കാണിക്കത്തില്ല. പറഞ്ഞതുപോലെ ചെയ്യും. അതിന് ഞങ്ങൾക്കൊരു സമയമുണ്ട്, അത് ചെയ്തിരിക്കുമെന്ന് പറഞ്ഞ് പുള്ളി ഓക്കെ ശരി എന്ന് പറഞ്ഞു. എന്തോ ഒരു രസമാണെന്ന് ചോദിച്ചാൽ ഈ സഭയിലെ ഓരോ അതിൻ്റെ ഇടയിൽ വേറെ അവിടെ ഇങ്ങനെ ചോദ്യോത്തരം. പിന്നെ വരുന്നവരും പോകുന്നില്ല. നിങ്ങളുടെ നാട്ടിൽ ആലപ്പുഴക്കാരൻ നമ്മുടെ സുധാകരൻ എന്നാ സുധാകരൻ ഇന്നലെ നമ്മുടെ അതാ രസം, നമ്മുടെ വർഗീസ് മാമൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശപിക്കപ്പെട്ട പാർട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറയുന്നത് കമ്മ്യൂണിസത്തെ കുറിച്ച് പറയരുത്, ഇവിടെ ശാപഗ്രസ്തമാണ് ഇവിടെ പാർട്ടി. ഇവിടെ ആകെപ്പാടെ ഇപ്പൊ ക്യൂബയിലും ഈ പറയുന്ന പോലെ മറ്റേ വേറെ എന്തോ 2 രാജ്യങ്ങളുടെ പേര് വന്നു. ഇവിടൊക്കെ ഇതൊക്കെ ഉള്ളൂ, ബാക്കി ഇവിടെ അല്ല കമ്മ്യൂണിസമേ അല്ലെന്ന് മൊത്തം കൊടുത്തത് എന്താ? ഇവിടുത്തെ നേതാക്കന്മാരെല്ലാം ശാപഗ്രസ്തന്മാരാണ്, യുവമാരാണ് ഇതിന്റെ കുഴപ്പത്തിലെല്ലാം കാരണം. അത് പിണറായിയുടെ തലയിലോട്ട് കൊണ്ടുവച്ചു. അയ്യോ, എന്നിട്ട് ജി സുധാകരൻ എണീറ്റ് പറഞ്ഞു എന്തൊക്കെയോ അയാൾ അവിടെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു പുള്ളി നല്ലപോലെ. കോൺഗ്രസ് എന്താണ്, ഞാന് കോൺഗ്രസിന്റെ ചാണകക്കുഴി ചാടി നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും ഒക്കെ അവര് പിന്നെ ആരുടെ ചാണകക്കുഴിയിലാണ്. അതെ, പിന്നെ ഒരു ചന്ദ്രബാബു എന്ന് പറഞ്ഞൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമുണ്ട്. രാവിലെ എണീറ്റ് എന്റെ തന്തയ്ക്ക് വിളിക്കുക, പ്രധാന പരിപാടി, നിരന്തര പരിപാടി എന്താ പറഞ്ഞിട്ട് ഇവരെന്റെ തന്തയ്ക്ക് വിളിക്കുന്നത് എന്ത് കാര്യത്തിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല സതീശൻ ഉഗ്രം മുഖ്യമന്ത്രി, ഇതുപോലൊരു ബജറ്റ്, ക്ലാസിക് ബജറ്റ് ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ എനിക്ക് അതുപോലെ ഏറ്റവും രസം ഓരോരുത്തരുടെ പ്രസംഗം നമ്മൾ ഒന്നുകൂടെ പിഷാരടിയുണ്ട്. പിഷാരടി ഇന്നീ കേരളം ഈ ബജറ്റ് ലോകമെങ്ങും വിളങ്ങിയിടും കാരണഭൂതൻ അടിച്ച് മറ്റേ സംഭവം എടുത്ത് വെച്ച് അലക്കി. എന്നിട്ട് എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടത് പിഷാരടിയുടെ ഇന്നത്തെ പ്രസംഗത്തെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഞാനും പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതും ശരിയാണല്ലോ തോന്നിയിട്ടുള്ള അതൊരു വിഷയമാണ്. അതായത് ഈ 2014 മോദി വരുന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്, വലിയ മാറ്റങ്ങൾ. അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടായിട്ടുണ്ട്, വലിയ റോഡുകളെ, ട്രെയിനുകളെ, വന്ദേ ഭാരത്, നാഷണൽ ഹൈവേ, അങ്ങനെ വലിയ മാറ്റം. അപ്പം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത്രയും കാലം ഭരിച്ചിട്ടൊന്നും ചെയ്യാതിരുന്നത് എന്നൊരു ചോദ്യം ഇവർ ഉയർത്തുമ്പോൾ ശരിയാന്ന് തോന്നുന്നു. പക്ഷേ പിഷാരടി വളരെ കുറഞ്ഞ വാക്കുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് എന്നെ വളരെ സ്ട്രൈക്ക്. എനിക്ക് ഇതുവരെ കോൺഗ്രസ്സുകാർക്ക് ഇത്രയും കൃത്യതയോടുകൂടി ഈ കാര്യം വിശദീകരിക്കാൻ പറ്റില്ല. 47 ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ ഇവിടുത്തെ സാക്ഷരത 12% അത്രേ ഉള്ളൂ. ഇവിടുത്തെ ശരാശരി ആയുസ് 35 വയസ്സായിരുന്നു. കോൺഗ്രസ് ഭരിച്ചപ്പോഴത്തേക്ക് ഇത് കൂടി എന്നുള്ളതാണ് അത് പറയുന്നത്. ഈ 35 വയസ്സുള്ള ആളുകൾക്ക് മലേറിയയും മലമ്പനിയും ഇതിനെയൊക്കെ ഒന്ന് കൈകാര്യം ചെയ്ത്
മനുഷ്യന് ഭക്ഷണം കൊടുത്തത് വളർത്തിയെടുത്ത് എങ്ങനെയെങ്കിലും നട്ടല് നിവർത്തി ഒന്ന് പിടിച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലത്തെ പ്രധാന കടമ. BJP അധികാരത്തിൽ വന്നു ഇവിടെ മൊബൈലായി എല്ലാവരുടെയും കയ്യിൽ, എല്ലാ സാങ്കേതികത ആയി, ഇതെല്ലാം അവർ വരുന്നത് എല്ലാം ഒരുവിധം അവിടെ കൊണ്ട് എത്തിച്ചു. അതെ. അപ്പൊ പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ അവർക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ പറ്റുന്ന, അവർക്ക് അവിടെ റോഡും വിമാനത്താവളം ഉണ്ടാക്കാൻ പറ്റത്തില്ലായിരുന്നു. കാരണം ആ സമയത്ത് മനുഷ്യന്റെ പട്ടിണി മാറ്റണമായിരുന്നു. ആ പുള്ളി എന്നിട്ട് പറയാണ് 200 വർഷം ബ്രിട്ടീഷുകാരും 54 വർഷം കോൺഗ്രസും ഭരിച്ച് ആ ലെവലിലേക്ക് രാജ്യത്തെ എത്തിച്ചത് കൊണ്ടാണ് BJPക്ക് നല്ലൊരു നല്ല നിരീക്ഷണമാണ്. നല്ല നിരീക്ഷണം. ഞാൻ പറഞ്ഞ ഇതുപോലെ പോയിന്റ് കോൺഗ്രസിലെ പറഞ്ഞിട്ടില്ല. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അതിനകത്ത് വാദങ്ങൾ കാണും, മറുഭാഗങ്ങൾ പറയാൻ ആള് കാണും. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വാദം എന്ന് പറയുന്നത് ഈ ഭയങ്കരമായ ഒരു പോസിറ്റീവ് അതാണ്. പിന്നെ അത് മാത്രം ഇൻക്ലൂസീവ്നെസിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം. അതായത് CPM അവരല്ല ഈ ഞാനത് കേട്ടപ്പോൾ എന്താ LDF അല്ലാതെ മറ്റാരുണ്ട്? അതെ 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 LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് വെച്ചാൽ അവിടെ വേറെ ആരും ഇല്ല. അതായത് മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റത്തില്ല. പുള്ളി തമാശയായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനൊരു സ്ഥാനാർത്ഥി കെട്ടിപ്പിടിച്ചു, LDFന്റെ സ്ഥാനാർത്ഥി കെട്ടിപ്പിടിച്ചു. എന്റെ പാർട്ടിക്കാരും ഒന്നും പറഞ്ഞില്ല. മറ്റൊരു ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ കെട്ടിപ്പിടിച്ചത്? അതായത് അവർക്ക് ഇപ്പോഴും ഞങ്ങളല്ലാതെ മറ്റാരും. അതുപോലെ ജയിച്ച സ്ഥാനാർത്ഥിക്ക് ഊണ് കൊടുത്തതും പറഞ്ഞ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് പറഞ്ഞു. അത് CPI-ക്കാരാക്കിയത്. അപ്പോഴാണ് ഞാൻ അന്വേഷിച്ചത്. OJ ജനീഷിന് ചോറ് കൊടുത്തു. ഈ നിയമസഭയിൽ ആളുകൾക്ക് ഏറ്റവും വലിയ നമ്മൾ കേട്ടിട്ടുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ്. ഇതിപ്പോ മറ്റവർക്ക് സമയം കൊടുത്തു. അതല്ല പുള്ളിയോടെ, അതായത് എല്ലാവർക്കും സമയമില്ല. അപ്പം ഞാനിപ്പോ VP സജീന്ദ്രൻ പ്രസംഗം സ്പീക്കർ പിന്നെ ആരെയോ അങ്ങനെയാണ്. ഇവിടെ ഈ പ്രസംഗം കഴിഞ്ഞപ്പോ ഒരാൾ പറയാണ് നിങ്ങൾക്ക് 2 മിനിറ്റ് കൂടെ ബാക്കിയുണ്ടത്. അപ്പം പിഷാരടി പറയാണ്, എന്റെ 2 മിനിറ്റ് ഞാൻ ആർക്കെങ്കിലും ദാനം ചെയ്തേക്കാം. അല്ലത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടൈം ഉണ്ടെന്ന് വലിച്ചു നീട്ടരുത്. ഈ പിഷാരടിയുടെ സ്വഭാവം അറിയത്തില്ല. പിഷാരടിയുടെ പ്രോഗ്രാം നമ്മൾ കാണണം. ഇയാളൊരു കഥ പറഞ്ഞ് നമ്മളെ കേൾപ്പിക്കുമല്ലോ, അതാണ് നമ്മൾ കേൾക്കേണ്ടത്. ഇയാൾ ഈ അമൃത TVയിലും അതുപോലെ എല്ലാ TVയിലും ജഡ്ജായിട്ട് വന്നിരിക്കും. പുള്ളി എല്ലാ ദിവസവും ഓരോ കഥ പറയും. ഈ കഥയെന്ന് പറയുന്നത് ഗംഭീര കഥയായിരിക്കും, യാതൊരു ഭാവഭേദവും ഇല്ലാതെ ആ ഇരിക്കുന്ന ഓഡിയൻസ് മുഴുവൻ. അത് പക്ഷേ അതിനകത്ത് ഇതുണ്ട്, ചിരിയുണ്ട്, ചിന്തയുണ്ട്. അതൊരു പ്രത്യേക കഴിവ് പിഷാരടിക്കുണ്ട്. ഒരു നല്ല സ്റ്റാൻഡപ്പ് കോമഡിയാണ്. ചുമ്മാ വളവള കോമഡി പറയുന്ന ആളല്ല, കൃത്യമായിട്ട് അറിവുള്ള ഒരാളാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ആണല്ലോ നമ്മൾ ഇദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റീഷ്യനെ ശ്രദ്ധിക്കുന്നത്. സത്യം പറഞ്ഞ 2021 ഇയാൾ ആദ്യമായി പുള്ളി പരസ്യമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങി 2021. അപ്പൊ ഞാന് ഈ പിഷാരടിയെ വിളിച്ചു പറഞ്ഞു, ഇത് കഴിഞ്ഞ് തോറ്റുപോയല്ലോ. വേണ്ടി ഇറങ്ങിയത് അല്ല, പലയിടത്തും പോയി, എല്ലായിടത്തും പോയി പ്രസംഗിച്ചു, പരസ്യമായി പ്രസംഗിച്ചു. ഇതോടുകൂടി കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കൂടെ പുള്ളിയെ ചീത്ത വിളിക്കാന്ന് പറയും. തോറ്റുപോയി കഴിഞ്ഞപ്പോ ഞാൻ അങ്ങനെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആൻഡോ കൊണ്ട് കുഴി ചാടിച്ചാലേ. ആൻഡോയുടെ വലിയ സുഹൃത്ത്, ആൻഡോ ജോസഫിന്റെ വലിയ സുഹൃത്താ. ആൻഡോ, ചേട്ടാ എന്നാണ് ഇറങ്ങിയില്ല, ഇനിയിപ്പം നനഞ്ഞേ ഇറങ്ങുന്നുണ്ട്. എന്തായാലും ചേട്ടാ ചെളിയിൽ ഇറങ്ങി, ഇനി ഈ കുളിച്ചിട്ട് തിരിച്ചു കയറുന്നുള്ളത് പറഞ്ഞു. അപ്പം പക്ഷെ പുള്ളി ചെയ്തൊരു ഗുണം എന്താന്ന് വെച്ചാൽ, പുള്ളി എന്തായാലും കോൺഗ്രസ്സുകാരൻ എന്ന പുള്ളിയുടെ ഉള്ളിലെ രാഷ്ട്രീയം പുറത്തു പറഞ്ഞു. പുള്ളി പിന്നെ അത് തിരുത്താൻ പോയില്ല, അതിന്റെ കൂടെ അങ്ങ് പോയി പുള്ളി. പിന്നെ ഇവരെ സമരപരിപാടികളിലെല്ലാം ഉദ്ഘാടനം. അത് പുള്ളിക്ക് സൈബർ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ഈ എല്ലാ ആളുകളും ഒരു പാഠമായി ഉൾക്കൊള്ളേണ്ടതാണ്. ഒരാൾ ഒരു നിലപാടെടുത്തതിന് പേരിൽ അയാൾ ആക്രമിക്കപ്പെട്ടാൽ ധീരനാണെങ്കിൽ അയാൾ കൂടുതൽ ശക്തനാവത്തുള്ളൂ. അത്രയേ ഉള്ളൂ. ഞാൻ നമ്മുടെ ഒരു ഉദാഹരണം പറയാം. യഥാർത്ഥത്തിൽ 2014-16 വർഷത്തിൽ നമ്മൾ CPM-നോട് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്ന പ്രസ്ഥാനമായിരുന്നു. നമ്മൾ അവരോട് ഈ വിരോധം തുടങ്ങുന്നത് എവിടെയാന്ന് വെച്ചാൽ 2016 പിണറായി അധികാരത്തിൽ വന്ന് ഏറെ വൈകാതെ കൊടിസുനിക്കും മറ്റേ TP ചന്ദ്രശേഖരൻ വന്ന കേസിലെ പ്രതികൾക്ക് ഇവർ വേണ്ട സംരക്ഷണം ഒരുക്കുന്നു, ജയിലിൽ ഇവർക്ക് സൗകര്യം. ഇത് നമ്മളാണ് ആദ്യം പുറത്തു കൊണ്ടിരുന്നത്. ഇത് പുറത്തു കൊണ്ടുവന്നപ്പം ഇവർക്ക് ഇഗ്നോർ ചെയ്യാമായിരുന്നു, പകരം നമ്മളെ ഇവർ സംഘടിതമായിട്ട് ആക്രമിച്ചു. ഈ ആക്രമിക്കുമ്പോൾ നമ്മൾ ഭയക്കുകയല്ല ചെയ്തത്, നമ്മൾ തിരിച്ചടിക്കുക ചെയ്തത്. അവിടെ തുടങ്ങി ശത്രുത കൂടിയാണ്. എല്ലാ ദിവസവും നേരം വെളുക്കുമ്പോ എന്താ പറഞ്ഞ ഈ നേർച്ച നേർന്നിരിക്കുന്ന മാതിരി പിണറായി ഒരു വിരോധം ഒരു ഞാനിപ്പോ ആദ്യത്തെ വീഡിയോ ഇന്റർനാഷണൽ ആയിരിക്കണം, രണ്ടാമത്തെ വീഡിയോ പിണറായി തെറി പറയുന്നതായിരിക്കണം എന്ന അവസ്ഥയിലേക്ക് മാറിപ്പോയത്. ഇതാണ് ആ ഒരു വികാരത്തിന്റെ കാര്യം. ഞാൻ അതിന് മാറ്റമില്ല, അതാണ് വേറെ രസം. ഇത് അതിനുള്ള ഈ പ്രതിപക്ഷത്തിരുന്നിട്ട് പോലും മാറ്റം വരുന്നത് എന്ത് ചെയ്യുന്നത്. സത്യമായിട്ടും ഇവർ ഇറങ്ങിപ്പോയപ്പോ ഇനി ഇയാളെ വെറുതെ പറഞ്ഞെന്ന് ആഗ്രഹിച്ചു, പക്ഷെ രക്ഷയില്ല, വീണ്ടും വരിക. പക്ഷേ ദിശാകൻ നിയമസഭയിലേക്ക് വന്നിട്ട് നിങ്ങൾ ചോദിക്കൂ, ഏറ്റവും ഒടുവിൽ എന്താ കാണിച്ചത്? വെള്ളം കോരിക്കൊണ്ട് വന്ന കഥ. അതെ പറയൂ. വെള്ളം കോരിക്കൊണ്ട് വന്ന മറ്റേ AIYF സെക്രട്ടേറിയറ്റ് മാർച്ച്, അതായത്
PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിനെതിരെ. അപ്പൊ അവർക്കേ ഉള്ളൂ സമരം ചെയ്യാൻ ഏക യോഗ്യത. അതേ ഉള്ളൂ. അവരാണ് അന്ന് ഭരണത്തിൽ ഇരിക്കുമ്പോഴേ ഒരു സമരം എതിർത്തത്. അപ്പൊ ഇവർക്കെതിരെ ജലപീരങ്കി പ്രയോഗിക്കുന്നു. അപ്പൊ നമ്മുടെ കെ രാജൻ മുൻ മന്ത്രിയാണ് വരുന്നത്. മുൻ മന്ത്രി വരുന്നു. ഈ ആദ്യത്തെ ഒരു ഘട്ടം ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞ് രാജൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പ്രയോഗിക്കുന്നു. അപ്പൊ ഈ രാജൻ അടക്കമുള്ളവർക്ക് ഈ വെള്ളം അടിച്ചപ്പോൾ ഇവർക്ക് ചൊറിയാൻ തുടങ്ങിയപ്പോൾ എന്ത് സംഭവിച്ചു? ഇവര് അവിടെ നിന്ന് കുറെ വെള്ളം കോരിക്കൊണ്ട് പോയത് ആ ഓടിക്കിടന്ന വെള്ളം. അത് ഇന്നലെ അത് ഇത്രയും സീരിയസ്നെസ് ആയിട്ടില്ല. പക്ഷെ ഇന്ന് മെട്രോ വാർത്തയിലെ KB ജയചന്ദ്രൻ എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ, അയാളാണ് ഇപ്പോഴത്തെ സ്റ്റാർ ഫോട്ടോഗ്രാഫർ. മനോരമയും മാതൃഭൂമിയും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നല്ല ഫോട്ടോ വരുന്ന മെട്രോ വാർത്ത. ഒരു പ്രവർത്തകൻ അവിടെ ഇരുന്ന് ഈ ചള്ളവെള്ളം അവിടെ കോരുന്നു. അത് രാജന് കൈമാറുന്നില്ല. ബാറ്റൺ കൊണ്ട് ഓടുന്ന പോലെ റിലേക്ക്. ഇദ്ദേഹം ഇത് കൊണ്ടുവന്ന് പിണറായിക്ക് കൊടുക്കും. പിണറായി അത് പൊക്കി കാണിക്കുന്നു. അപ്പൊ ഇതിന്റെ കഥ അറിയാൻ വയ്യാത്ത രമേശ് ചെന്നിത്തല പറയുന്നു ഇത് മലിനജലമാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പോസ്റ്റ് വന്നതോടെ ഈ സാധനം ചീറ്റി നാറിപ്പോയി. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു നേരത്തെ കിടക്കുന്ന അഴുക്കവെള്ളം കോരിക്കൊണ്ട് വന്ന മലിനജലമാണ്. അല്ല, നിങ്ങൾക്ക് ഞാൻ മിനറൽ വാട്ടർ ഇട്ട് അടിച്ചു തരാമത്. ഏതാ കഴിഞ്ഞ തവണ നിങ്ങൾ അടിച്ച എന്തോ ഇട്ടാണിത്? അല്ല, ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം പോലും ഒരു കുപ്പിക്കകത്ത് വെള്ളം പിടിച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ച് സ്വയം പരിഹാസ്യരാകുമ്പോൾ ആളുകൾ അപഹസിക്കുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം മാറുമ്പോൾ നമ്മൾ എങ്ങനെ വിമർശിക്കാതിരിക്കും? അതാണ് ഒരു ചോദ്യം ചോദിച്ച് അവിടെ ചെല്ലുമ്പോൾ ഇരിക്കടാ അവിടെ എന്ന് പറഞ്ഞ് എല്ലാവരോടും അടിച്ചൊതുക്കിയിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇതിനെ നമ്മൾക്ക് വെറുതെ വിടാൻ പറ്റും? പലരും ചോദിക്കും നിങ്ങൾ എന്തിനാണ്? ഇപ്പൊ എന്നോട് പലരും ചോദിച്ചു നിങ്ങൾക്ക് പിണറായിയുള്ള വിരോധം മാറുന്നില്ല. ഒരു വിരോധവും എനിക്കില്ല. അധികാരമില്ലാത്ത വ്യക്തിയെ നമ്മൾ എന്തിനാണ് വിരോധം കാണിക്കുന്നത്? നമ്മുടെ പ്രോബ്ലം ഈ അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടും വിവരക്കേടുകൾക്ക്, നേരത്തെ അഴിമതിയും ധാർഷ്ട്യവുമായിരുന്നെങ്കിൽ ഇപ്പം നിരന്തരം വിവരക്കേടുകളും കാപട്യവും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും വന്നു CAG റിപ്പോർട്ട്. 262 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വക മാറ്റി. ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ 2024-25 കാലഘട്ടത്തെ CAG റിപ്പോർട്ട് ഇത്രയും വക മാറ്റിയിരിക്കുക. എങ്ങോട്ട് മാറ്റിയത്? ഇതെന്താണ് ഇതിനകത്ത്? ഇവിടെ എവിടെ നിന്നൊക്കെ വാരാവോ അവിടുന്ന് മൊത്തം വാരിക്കും. അതാണല്ലോ ഇന്നലെ നിയമസഭാ പ്രസംഗത്തിൽ സുധാകരൻ പറഞ്ഞത്. 5.07 ലക്ഷം കോടിയാണ് പൊതുകടം. ഇതിൽ 1.07 കോടി ഉമാർ അടിച്ചു മാറ്റുകയെന്ന് പറഞ്ഞു CPI. സുധാകരൻ പറഞ്ഞു 1.07 കോടി. അത് കറക്റ്റ് കണക്ക് ഉമാർ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞു. പുള്ളിക്ക് നന്നായിട്ട് കൂടെ കിടന്നവനാണ് രാപ്പനി അറിയാമെന്ന് പറയുന്നത്. അല്ല, വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ദുരിതാശ്വാസ നിധി സംഭാവന ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്കെതിരെ കേസെടുത്തതാ. അതാണ് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു. നമ്മൾ ദുരിതാശ്വാസ സംഭാവന ചെയ്യുന്നത് പറഞ്ഞിട്ടുമില്ല. നമ്മൾ പറഞ്ഞത് ദുരിതാശ്വാസ നിധിയിലെ കണക്ക് വെക്കാവണമെന്ന് പറഞ്ഞുള്ളൂ. അത് അഖിൽമാരാരാ പറഞ്ഞു ഇങ്ങോട്ട് കൊടുക്കരുത്, ഇവന്മാർ അടിച്ചു മാറ്റി. ഇപ്പൊ നമുക്കെതിരെ എടുത്തു, അഖിൽമാരാർക്കെതിരെ എടുത്തു, എല്ലാവർക്കും ആരൊക്കെ പറഞ്ഞു അവർക്കെതിരെ എല്ലാം എടുത്തു. പക്ഷെ ഇപ്പൊ അതാണ് നടക്കുന്നത്. 262.04 കോടി വക മാറ്റി. 800 കോടിയോളം രൂപയാണ് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് ജനങ്ങൾ കൊടുത്തത്. അതെന്തി കുറച്ച് ഒരാളെങ്കിലും സൊസൈറ്റി കൊടുത്തു. കുറച്ച് പിണറായിയുടെ തലയായിട്ട് ഈ റോഡിലിരിപ്പുണ്ട്. എന്തൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്. വാശി കൂട്ടിയാൽ വാശി കൂടത്തേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഞാൻ ശ്വേതാ മേനോനോട് ഇന്നലെ സംസാരിക്കുകയായിരുന്നു ഈ അമ്മയുടെ വിഷയം. അപ്പൊ ശ്വേത എന്നോട് പറയണേ, എൻ്റെ ചേട്ടാ ഞാൻ ഒരിക്കലും രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഒന്ന്, എനിക്ക് സിനിമയിൽ കരിയറുണ്ട്. കേരളത്തിൽ ഇല്ലെന്നുള്ള അവർക്ക് തമിഴിലും തെലുങ്കിലും സിനിമയിൽ കരിയറുണ്ട്. ഞാനൊരു പട്ടാളക്കാരൻ, ഒരു വ്യോമസേന ഓഫീസറിന്റെ മകളാണ്. അന്തസ്സായിട്ട് ജീവിക്കാനുള്ള സംവിധാനമുണ്ട്. എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവരെല്ലാം കൂടി ഇങ്ങനെ സംഘി എന്ന് വിളിച്ചപ്പോൾ ഞാനൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഈ സംഘി രാഷ്ട്രീയം ഇറക്കിയാലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോടൊന്ന് സംസാരിച്ചു. എന്നോട് പറഞ്ഞ ഈ സ്വപ്നത്തിൽ കാണിക്കാത്ത ആരോ ഇതാണ് ആത്മാഭിമാനമുള്ള മനുഷ്യരുടെ പുറത്ത് കയറാൻ പോയാൽ അവര് നല്ല ഒന്നാന്തരം പണി കൊടുക്കും. ആ പണി താങ്ങാനുള്ള ശേഷി ഇവർക്കില്ല. ഇത് ചെയ്യാൻ അവര് ഒന്നും അല്ലാതായി. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം ഈ KB ജയചന്ദ്രന്റെ ഒരു പടമായിരുന്നു, നിങ്ങൾ എന്നെ MLA ആക്കി എന്ന് പറഞ്ഞ് പിണറായി വിജയൻ തോമസ് കൈ കൊടുത്തു. രക്ഷയില്ല. വാർത്ത ശരിക്കും പറഞ്ഞാൽ അച്ചടി മാധ്യമങ്ങൾ അപ്രസക്തമാവുന്ന കാലത്ത് KB ജയചന്ദ്രനെ പോലുള്ളവരുടെ ചിത്രങ്ങൾ 1000 വാർത്തകളുടെ ശക്തിയിൽ, അല്ല നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോകളുടെ 10 മടങ്ങ് ശക്തിയിൽ പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് അതിനോടുള്ള ഒരു സ്നേഹം. അല്ല, എല്ലാ ദിവസവും അയാളുടെ ഒരു ഫോട്ടോ ഉണ്ട്. അത് മെട്രോ വാർത്ത എന്ന് പറയുന്ന പത്രം ആകെ ചവറാണ് എന്ന് പറഞ്ഞാൽ പ്രിന്റിങ്ങും കൊള്ളില്ല. 1-ാം പേജ് അത്യാവശ്യം നല്ലതാണ്. എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഫ്രീ ആണോ കാശ് കൊടുത്ത് നമ്മൾ ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് രാവിലെ നമ്മൾ വരുമ്പോഴേ ആദ്യം തപ്പിയെടുക്കുന്നത് ഇതിനകത്ത് എന്ത് പടം ഉണ്ടെന്ന്. ഈ പടം ഒരു ചർച്ചയ്ക്കുള്ള വകുപ്പാകും. കാരണം അതാണ് ഇന്നത്തെ ഈ പടം കൊണ്ട് ഇന്ന് VS ജോയി ഇന്ന് നിയമസഭയിൽ ഇത് കൊണ്ടുവന്നു. ഈ പടം കൊണ്ടുവന്നു. KB ജയചന്ദ്രന്റെ പടമാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്ത് ഈ കാര്യം പറഞ്ഞു. ചള്ളവെള്ളം റോഡിൽ നിന്ന് കോരിക്കൊണ്ടുവന്ന് മല്ലയിലവാന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ശരിയാകുമെന്ന് അവർ ചോദിക്കുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. ആ വിഷയം വെള്ളാപ്പള്ളി നടേശനാണ്. യഥാർത്ഥത്തിൽ
ഒരു പരമ്പര മുഴുവൻ ചർച്ച ചെയ്യേണ്ടത്. നമ്മുടെ സമയം സമയം അതിക്രമിച്ചിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ്റെ കേസിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് അപ്ഡേറ്റ്സ് ഉണ്ട്. വെള്ളാപ്പള്ളി നടേശൻ 90 വയസ്സായി, എന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതിന് അദ്ദേഹത്തിന്റെ അഭിനന്ദനം. അദ്ദേഹത്തിന്റെ ഒരു ജീവിത രീതിയാണ്. ഇപ്പൊ കള്ളു വിൽക്കുന്നു പറഞ്ഞാൽ കള്ളു കുടിക്കില്ല. ഇല്ല അത് പുള്ളി എല്ലായിടത്തും പറയല്ലോ, ഞാൻ ഒരു തുള്ളി കള്ളു കുടിക്കുകയല്ല. മറ്റേ പഴയ നാടകം ഉണ്ടല്ലോ, കൊച്ചുവാവ എന്നൊക്കെ പറഞ്ഞു വന്ന് രാജൻ ബി ദേവ് അഭിനയിച്ച ആ നാടകം കാട്ടുകുതിരയിൽ ഷാപ്പ് മുതലാളിയാണ് കൊച്ചുവാവ. ഈ കൊച്ചുവാവ കള്ളു കുടിക്കല്, നാട്ടുകാരെ മൊത്തം കള്ളു കുടിപ്പിക്കും. ഏതാണ്ട് അതുപോലാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ. പക്ഷെ വെള്ളാപ്പള്ളി ഇന്നത്തെ മഹേഷിന്റെ ഭാര്യയുടെ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 കാര്യങ്ങൾ പറയും. ഈ ചേർത്തല ഒരു PS രാജു എന്ന് പറഞ്ഞ NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളുണ്ട്. അദ്ദേഹം ഒരു പഴയ മറ്റേ വില്ലേജ് ഓഫീസർ മേലുള്ള സ്ഥാനം തഹസിൽദാരൊക്കെ ആയിരുന്നു. അപ്പൊ ഇദ്ദേഹം എന്നോട് ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് പറഞ്ഞു, ഈ പണ്ട് ഷാജൻസ്കറിയ മാത്രം ഉണ്ടായിരുന്നു ഇതൊക്കെ പറയാൻ, എല്ലാവരും മത്സരിച്ച് ഏറ്റുപിടിക്കുക എന്ന് പറഞ്ഞു. അത് ഇവരേറ്റുപിടിച്ചു, റിപ്പോർട്ടർ ആദ്യം ഏറ്റുപിടിച്ചു. അല്ല, അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ടൊന്നും മാത്രമല്ല, അതായത് പിണറായി വിജയനെ എല്ലാവർക്കും പേടിയായിരുന്നു. അതുകൊണ്ടായിരുന്നു പിണറായിയുടെ തണലിൽ അയാൾ നിന്നപ്പോൾ എല്ലാവരും പേടിച്ചു നിന്നു. അത് ശരിയാണ്. പിണറായിയുടെ അധികാരം പോയപ്പോൾ സതീശന് വലിയ താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അടിക്കാൻ തുടങ്ങി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. എത്രയോ കാലമായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാനാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വിടുന്നത്. നമുക്കായത് ആദ്യം കാണുക. അപ്പോൾ ആദ്യം രാവിലെ സ്റ്റോറിയായിട്ട് തന്നെ ഞാൻ ഇത് നമുക്കിവിടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ആത്മഹത്യാക്കുറിപ്പ് 32 പേര് നമ്മൾ അതുപോലെ പ്രസിദ്ധീകരിച്ച ആൾക്കാരാണ്. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ മാത്രമാണ്, അന്ന് ഈ SNDP സംരക്ഷണ സമിതിയൊക്കെ രൂപം കൊണ്ട് വരുന്നതേ ഉള്ളൂ. അവരൊക്കെ നമ്മളെയാണ് ആശ്രയിക്കുന്നത്. നിങ്ങളിത് വാർത്ത കൊടുക്കണം, വേറെ ആരും കൊടുക്കില്ല. അന്ന് നമ്മൾ മാത്രമാണ് ഫൈറ്റ് ചെയ്തത്. നമ്മൾ എടുത്തു നോക്കിയ സ്റ്റോറി ആണെങ്കിൽ ഒരുപാട് സ്റ്റോറികളുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം അട്ടിമറിച്ചത് എല്ലാം ഇങ്ങനെ തുടരെ നമ്മളിത് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ VM സുധീരൻ ഇടപെട്ടതോടെ വെള്ളാപ്പള്ളിക്കും പേടിയായി, സതീശനും പേടിയായി, ഈ പറയുന്ന രമേശ് ചെന്നിത്തലയ്ക്കും. ഈ സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രത്യേകത, റിസ്ക് എടുക്കത്തില്ല അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങളൊക്കെ റിസ്ക് എടുക്കും, പൊളിറ്റിക്കൽ ഡിസിഷൻ റിസ്ക് എടുക്കും. പക്ഷേ പാർട്ടിയായി ബന്ധപ്പെടാത്ത റിസ്ക് ഈ റിസ്ക് എടുക്കാത്തതുകൊണ്ട് തന്നെ VM സുധീരനെ പിണക്കാൻ അയാൾ കൂട്ടു നിൽക്കത്തില്ല. എന്ന് മാത്രമല്ല, വെള്ളാപ്പള്ളി ഇദ്ദേഹത്തെ പിന്തുണച്ച ഒരു വലിയ വിഭാഗം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വെള്ളാപ്പള്ളി നടേശനോട് വിരോധമുണ്ട്. അപ്പോൾ ഒരിക്കലും വെള്ളാപ്പള്ളിയെ സംരക്ഷിക്കാൻ തയ്യാറാകാൻ പറ്റില്ല. പക്ഷേ രമേശ് ചെന്നിത്തല സംരക്ഷിക്കുമോ എന്നുള്ളൊരു അല്ല, രമേശ് ചെന്നിത്തല സംരക്ഷിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പിന്തുണ ഇവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന്റെ തുടർന്നാണ് ഇദ്ദേഹം ഇന്നലെ കഴിഞ്ഞ ദിവസം വളരെ വൃത്തികെട്ട രീതിയിലുള്ള പ്രതികരണമാണ്. ഒരു പുല്ലന്മാരും എന്നെ ഒന്നും ചെയ്യാനില്ലെന്ന് ഇദ്ദേഹം പറഞ്ഞു. അത് മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞത്. അത് സുധീരൻ കട്ടപ്പുറത്ത് പോയ വണ്ടിയാണ്, തുരുമ്പ് പിടിച്ച് കിടക്കുന്ന വണ്ടിയാണ്, അയാളെ ആർക്കും വേണ്ട. ആ രീതിയിൽ അയാൾ വളരെ 90 വയസ്സുള്ള മനുഷ്യനാണ്. 90 വയസ്സുള്ള മനുഷ്യനാണ്. 70 വയസ്സുള്ള എന്റെ രോമത്തിൽ തൊടില്ല. അപ്പൊ അതിന്റെ ഒരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അകത്ത് ഇന്ന് എന്റെ ശ്രദ്ധയിൽ ഇന്ന് വന്ന ഒരു FIR ഉണ്ട്. നമ്മളിതിന് കണ്ടുകൊണ്ടെന്ന് എനിക്കറിയത്തില്ല. അതായത് ഈ മഹേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട FIR 2022 FIR ആണ്. FIR ചർച്ച ചെയ്ത് ഞാൻ കണ്ടില്ല. ഇന്ന് എനിക്ക് PS രാജു 10 വർഷം തടവ് കിട്ടാവുന്ന IPC 306 120B 34 ഈ 3 വകുപ്പും ഇട്ടിരിക്കുക. അതായത് വഴിയെ പോയ ആരെ കൊണ്ടും, അതായത് സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ FIR ഇട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ നടന്നവരാണ്. അത് ഇന്ന് നമുക്ക് ചന്ദ്രസേന വക്കീൽ ഒരു ഇന്റർവ്യൂ വന്നിട്ട് ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 10 വർഷം തടവ് കിട്ടാൻ പറ്റുന്ന കുറ്റം എടുത്തിട്ട് അയാളെ ചോദ്യം ചെയ്തിട്ടില്ല. എന്നിട്ട് മഹേഷിന്റെ ഭാര്യ വന്ന് പറയുകയാണ്, ഈ പരാതിയിൽ അന്വേഷിക്കാൻ പോലീസ് വരും. വന്നിട്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ ആ 15 കോടി എവിടെ വെച്ചിരിക്കുന്നത്? അതാണ് ചോദിക്കുന്നത്. അവരുടെ അത് മാത്രമല്ല, പോലീസ് ഇവരെ വരുമല്ലോ, ഇവരെ അങ്ങോട്ട് വിളിപ്പിക്കുകയാണ്. എന്നാലും ഇവർ വെള്ളാപ്പള്ളി നടേശനെ അവിടെ പോയി കാണും, മൊഴിയെടുത്തിട്ടില്ല ഇതുവരെ. മാത്രമല്ല, ജാമ്യമില്ലാ വകുപ്പിട്ട ഒരു കോടതി, ഇത് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്ന് ഹൈക്കോടതി പറഞ്ഞ് കേസെടുക്കാം, കേസെടുത്തു, അവിടെ വെച്ചിട്ടു. പക്ഷേ അതൊക്കെ ഇനി അനക്കേണ്ടി വരും. അത് അനക്കിയ മഹേഷിന്റെ കേസ് ഒരു വശത്ത്, ഒന്ന് PP ദിവ്യക്ക് ജയിലിൽ പോകാമെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ജയിലിൽ പോകാം. ആ സെയിം വകുപ്പാണിത്. ആ വകുപ്പാണ്. ആ വകുപ്പിനേക്കാൾ ഓർക്കണം, ആ വിഷയത്തെക്കാൾ, അതായത് ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്യുന്നത് PP ദിവ്യയുടെ പ്രസംഗം കേട്ടിട്ടാണ് എന്നത് സാഹചര്യവശാൽ നമ്മളെത്തുന്ന നിഗമനമാണ്. അതെ, നവീൻ ബാബു പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നത് ദിവ്യ മൂലമാണ്. ഇവിടെ മഹേശൻ എന്താ ചെയ്തിരിക്കുന്നത്? എഴുതി വെച്ചിരിക്കുന്നു, ഞാൻ ഇയാൾ കാരണം എന്നെ കള്ളക്കേസിൽ കുരുക്കനെ മരിക്കാതെ എഴുതി. അതിനകത്ത് വേറെ എവിഡൻസ് ഒന്നും വേണ്ട. അത് 3 പേരുടെ പേര് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ, 2 ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, ഒരു സന്തോഷും പിന്നെ ഒരു ഗോപകുമാറും, പിന്നെ ടോമിൻ തച്ചങ്കരിയുടെ പേരുണ്ട്. തച്ചങ്കരിയുടെ അതായത് ഈ വെള്ളാപ്പള്ളി നടേശനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറ്റം മുഴുവൻ മഹേശൻ ഏക്കാനാണ് ഇവർ പറയുന്നത്. അപ്പോൾ അയാൾക്ക് ഇത് ഏക്കാൻ കഴിയില്ല. കാരണം ഈ നാട്ടിൽ നടന്ന സകല കൊള്ളയും മഹേഷിന്റെ തലയിലാണ്. കാരണം ഇങ്ങേര് മൈക്രോ ഫിനാൻസിന്റെ
സംസ്ഥാന കോർഡിനേറ്ററാണ്. അത് മുഴുവൻ മഹേഷിന്റെ തലയോട്ട് വെച്ചിട്ട് മഹേശനാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് എന്ന് പറഞ്ഞ് കണക്ക് മുഴുവൻ ഇയാളാണ് എഴുതി സൂക്ഷിക്കുന്നത്, ഇയാളാണ് ഇത് അടിച്ചു മാറ്റിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇപ്പോഴും നമുക്ക് ഒരു ഉളുപ്പും ഇല്ലാതാണ് ഇന്നലെ തുഷാർ വെള്ളാപ്പള്ളി മഹേഷിനെ കള്ളൻ 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 എന്ന് തന്നെ വിളിച്ചു. 15 കോടി രൂപ അടിച്ചു മാറ്റിയത് കാണണ്ടേ? അത് തുഷാർ വെള്ളാപ്പള്ളി മോഷ്ടിച്ചെന്നാണ് ഇവർ പറയുന്നത്. മഹേഷിന്റെ വൈഫിന്റെ ഇത് ഞാൻ കണ്ടു, നമുക്ക് ഞെട്ടിപ്പോ. അതായത് അതിൻ്റെ അകത്താണ് ഞാൻ പറഞ്ഞത്, അതായത് മഹേഷിന്റെ വൈഫ് പറയുന്നുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ക്രേസ് എല്ലാ ഈ സമ്പന്നരായ മനുഷ്യർക്ക് ഒരുപാട് പൈസ ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞ ന്യായമായ സമ്പത്തല്ല, വഴിവിട്ടുണ്ടാകും. അതാ വഴിവിട്ടെന്നല്ല ഞാൻ പറഞ്ഞ, നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്തത്രയും പണം ഉണ്ടാവുന്നവരുണ്ടല്ലോ. അതെ, അങ്ങനെ പണം ഉണ്ടാവുന്നവര്. കാരണം ഈ പണത്തിന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ ഈ പണം നമുക്ക് ഭക്ഷണം കഴിക്കാം, അതെ, പക്ഷെ നമ്മുടെ വയറിന് വലിപ്പം കൂട്ടാൻ പറ്റത്തില്ല. എന്ന് മാത്രമല്ല പ്രായം കൂടുന്നതനുസരിച്ച് ഭക്ഷണം കുറഞ്ഞു വരത്തുള്ളൂ. അപ്പൊ പിന്നെ മെയിൻ ഉപയോഗം മാറി. പിന്നെ നമുക്കുള്ളത് എന്താണ്? പെണ്ണ് പിടിക്കാൻ പോവാ, പക്ഷെ ഭാര്യ പുറകെ തോക്കും പിടിച്ചോണ്ട് നടന്നാൽ നടക്കത്തില്ല. അപ്പൊ അവിടെയും ചെലവാക്കാൻ പറ്റത്തില്ല. പിന്നെ വസ്ത്രം എത്ര ഇട്ടാലും സ്വർണം കൊണ്ട് ഇടാൻ പറ്റത്തില്ല. പിന്നെ എന്നതാ പാർപ്പിടം, അത് ഒരിക്കൽ പണിത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇടയ്ക്ക് മാറ്റം വരുത്താനേ പറ്റത്തുള്ളൂ. പിന്നെ വാഹനം വേണേ മേടിച്ച്, വാഹനം വെള്ളാപ്പള്ളിക്ക് ഒരു 10-25 ഇത് ഏതാ കയറി പോവും. ഇതിൽ കൂടുതൽ വരുമ്പോൾ ഒരു മനുഷ്യന് പണം ചെലവഴിക്കാൻ വഴിയില്ല. ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വിചിത്ര സ്വഭാവം രൂപപ്പെടുന്നത്. ഉദാഹരണത്തിന് നിസാം ഉണ്ടല്ലോ, ചന്ദ്രബാബു കൊലക്കേസിൽ അവൻ 5000 കോടിയുടെ സ്വത്തുണ്ട്. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നാല് വഴി പോകുന്ന നിരപരാധി അടിക്കും, എന്നിട്ട് പൈസ എന്നിട്ട് കാശ് കൊടുക്കും. അത് ബാറി പോവുക, കുറച്ചു പേര് കൂടി തല്ലുക, പൈസ മുഴുവൻ കൊടുക്കും, എല്ലാവർക്കും ഈ തല്ലിന്റെ പേര് കാശ് കൊടുക്കുക. ഈ അമേരിക്കയിലും മറ്റും പാശ്ചാത്യ ലോകത്ത് ഉള്ള ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഇവര് നേരെ ആഫ്രിക്കയിൽ പോകും. ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കാടുകളിൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കാശ് കൊടുക്കും, എന്നിട്ട് സിംഹത്തെയും, അതായത് നമ്മൾ മറ്റേതിനല്ല ഹണ്ടിങ് എന്ന് പറയുന്നത് വെറും ഹണ്ടിങ് അല്ല, കടുവയും സിംഹത്തൊക്കെ വെടിവെച്ച് കൊല്ലും. ആന, കടുവ, സിംഹം ഇതിനൊക്കെ വെടിവെച്ച് കൊല്ലുമ്പോൾ ഇവന്മാർക്കുണ്ടാകുന്ന ആനന്ദം. ഇനി അതും പോട്ടെ, ഞാൻ അടുത്ത കാലത്ത് ഞെട്ടലോടെ വായിച്ച ഒരു സംഭവം, ഈ കൊസോവ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു വംശീയ കലാപം നടന്നു. ഈ വംശീയ കലാപം നടന്നപ്പോൾ ഈ പാശ്ചാത്യ രാജ്യങ്ങളിലെ പലരും ഈ പറയുന്ന കലാപകാരികളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവന്മാർ പിടിച്ചോണ്ട് വന്നിട്ട് വെടിവെച്ച് കൊല്ലാൻ കാശ് മേടിക്കും. മനുഷ്യനെ കൊല്ലുമ്പോൾ അതിന് കാശ് മേടിക്കും. അപ്പൊ മനുഷ്യനെ ഇങ്ങനെ പലരെയും വെടിവെച്ച് കൊല്ലുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, ഇതൊരു പണം ഒരു പരിധിക്കപ്പുറത്തേക്ക് കയറുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന പ്രശ്നമാണ്. ഈ വെള്ളാപ്പള്ളി നടേശന് അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഒരു ശീലം എന്താണെന്ന് വെച്ചാൽ, പുള്ളിയുടെ ഒരു ഒറ്റമല്ല, ഒന്ന് പണമുണ്ട്, അധികാരമുണ്ട്, ഒരിക്കലും പോലീസ് കേസ് എടുക്കത്തില്ല, മാത്രമല്ല വൈ കാറ്റഗറി സുരക്ഷയുണ്ട്, കൂടെ എപ്പോഴും യന്ത്രത്തൊക്കെ. പുള്ളി എന്ന് വെച്ചാൽ പുള്ളി ആളുകളെ വിളിച്ച് അടിക്കുകയും ചവിട്ടുകയും ചെയ്യുമായിരുന്നു. ഇയാളെ ഉപദ്രവിച്ച് ഭാര്യ പറഞ്ഞപ്പോൾ എനിക്കിത് കണക്ട് ചെയ്യാൻ കാരണം, ഞാൻ പറഞ്ഞ ഇത് കണക്ട് ചെയ്യാൻ കാരണം സന്തോഷ് കുമാർ പറഞ്ഞ സംഭവം. പഴയ മീനച്ചിൽ താലൂക്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന വെള്ളാപ്പള്ളി നടേശന്റെ മാനസപുത്രനായിരുന്നു. അന്ന് ചാനൽ ചർച്ചയിൽ വെള്ളാപ്പള്ളി കാണിക്കുന്ന എല്ലാ വൃത്തികേടുകളും ന്യായീകരിച്ചുകൊണ്ടിരുന്ന കക്ഷിയാണ്. അപ്പൊ ഒരിക്കൽ ഗൾഫിൽ വിടുന്നു. ഗൾഫിൽ നിന്ന് ചില പണശേഖരണ ദൗത്യം കൂടെ ഏൽപ്പിക്കും. ഇയാളുടെ പല കള്ളപ്പണ ഇടപാടും ഉണ്ടല്ലോ. അപ്പൊ അവിടുന്ന് കുറച്ച് കാശ് മേടിച്ചോണ്ടാൻ പറയും. പുള്ളി ഇതിന് നിന്നില്ല. പക്ഷെ പുള്ളിക്കാർ ഇവിടെ വന്ന പ്രശ്നമാകുന്നു. പുള്ളി ഇത് കുഴപ്പമാണ്. പുള്ളി അതിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്തു, പതിയെ ന്യൂട്രൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് തിരിച്ചു വന്നു. പുള്ളിക്ക് ടൈഫോയിഡ് ഇട്ട് പുള്ളി ആശുപത്രിയിലായി. ഈ ആശുപത്രിയിലായപ്പോൾ വെള്ളാപ്പള്ളി കരുതി ഇയാൾ പൈസ മേടിച്ചോണ്ട് മുങ്ങിയെന്ന്. അപ്പൊ വെള്ളാപ്പള്ളി അന്വേഷിച്ചപ്പോൾ ഇയാൾ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ടൈഫോയിഡ് കഴിഞ്ഞിട്ട് വെള്ളാപ്പള്ളിയുടെ ഭാര്യ വിളിച്ചു പറഞ്ഞു, സന്തോഷെ ചേട്ടൻ അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷ് പുള്ളിയെ കാണാൻ പോവാണ്. കാണാൻ ചെന്നപ്പം വൈഫ് പറഞ്ഞു, ഇച്ചിരി വയലൻ്റാ, ശ്രദ്ധിച്ചേക്കണമെന്ന് പറഞ്ഞു. പുള്ളി ചെന്നു, നീങ്ങി വാടാ എന്ന് പറഞ്ഞു. ഒരു ഡൈനിങ് ടേബിളിൽ ഇരിക്കുമെന്ന് വെള്ളാപ്പള്ളി. പുള്ളിയോട് ഇച്ചിരി അടുത്ത് വന്ന് നിൽക്കടാ എന്ന് പറഞ്ഞു. പുള്ളി അടുത്ത് ചെന്നപ്പോൾ ഈ 2 കാലും പൊക്കിയിട്ട് ഇയാൾക്കിട്ടൊരു ഒറ്റ ചവിട്ട് മറിഞ്ഞിട്ട് താഴെ വീണു. എഴുന്നേറ്റ് നിന്നിട്ട് ഇയാളുടെ നെഞ്ചത്ത് ഇവിടെ എല്ലാം അങ്ങ് ചവിട്ടിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, മറ്റേ സാമാനം ഒരു ഒറ്റയടി കൊടുക്കത്തില്ല, എന്തായാലും നമുക്ക് അടുത്ത് കിട്ടുമല്ലേ, അവിടെ പിടിച്ചൊരു തിരിയൊക്കെ ഇരിക്കത്തില്ല എന്ന് ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, തോക്കും പിടിച്ചോണ്ട് ആളുകൾ നിൽക്കുക, വേറെ മാർഗമൊന്നുമില്ല, വേറെ ഒരു മാർഗവും ഇല്ല, സിനിമയിലൊക്കെ കാണുന്ന പോലെ. അപ്പൊ ഇത് കേട്ടപ്പോ എനിക്കൊന്ന് ഇത് ഇങ്ങേരുടെ ഒരു എന്താ ഒരു വൈകൃതമാണ്. ഇയാളുടെ ഒരു പരിപാടി എന്താണെന്നറിയും, ഇയാളുടെ വിശ്വസ്തരായി നടിച്ചു വന്നിരിക്കുന്നവരെല്ലാം ഓരോത്തിൽ കുടുക്കിയിട്ട് കഴിഞ്ഞാൽ ഒരുത്തനും രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെയാണ് ഈ മഹേശന് പറ്റിപ്പോയതും. അത് തന്നെ, മഹേശൻ ഇയാളുടെ റൈറ്റ് ഹാൻഡായിരുന്നു. ഇതുപോലെ ഇപ്പൊ ഒത്തിരി യൂണിയൻ പ്രസിഡന്റുമാര്, ചെയർമാൻമാർ, അതുപോലെ എല്ലാവരും വിട്ടുപോകുന്നു. എല്ലാരും ഇയാള് എന്റെ നാട്ടുകാരൻ സുഭാഷ്, എന്റെ നാട്ടുകാരൻ ഒരു ശ്രീകുമാർ, എനിക്കറിയാം. ശ്രീകുമാർ ഇപ്പം എതിർചേരിയിലാണ്. എരുമേലിയിലെ ഇദ്ദേഹം, അയാളൊരു ഇതിനകത്ത് പ്രോബ്ലം എന്താ വെച്ചാൽ
മിക്കവരും ഈ ശ്രീനാരായണീയ പ്രസ്ഥാനത്തിലേക്ക് വരുന്നതിന് പ്രധാന ഗുരുദേവനോട് ഇഷ്ടം കൊണ്ടാണ്. അതെ, ഇത് കഴിയുമ്പോഴാണല്ലോ ഇവർ ഇയാളുടെ തനി സ്വഭാവം അറിയുന്നത്. അപ്പൊ ശ്രീകുമാരൻ സ്വന്തം എരുമേലി ടൗണിൽ സ്വന്തം സ്ഥലം യൂണിയന് വിട്ടുകൊടുത്തതാ. പക്ഷേ അത് ശ്രീകുമാർ അത് പോയി. ശ്രീകുമാർ കള്ളനായി അവസാനം. അന്ന് ശ്രീകുമാരെ തല്ലി ശ്രീകുമാർ കള്ളനാക്കി ഒരു വാർത്ത കൊടുത്തു. അതുപോലെ ഈ റാന്നിയുടെ ചാർജ് ഒക്കെ പുള്ളിക്ക് ഉണ്ടായിരുന്നു. എല്ലാം കളഞ്ഞു. ഇത് ഇപ്പൊ ശ്രീകുമാർ പുള്ളി വിരുദ്ധനായി മാറി. അന്ന് വെള്ളാപ്പള്ളിയുടെ അടുത്ത കക്ഷി. ഞാനന്ന് വാർത്ത എഴുതിയിട്ട് ഇത് എന്റെ ഓഫീസിൽ വന്നിട്ടുള്ളതാണ്. ഈ എരുമേലി യൂണിയന് സാമ്പത്തിക പാവത്താനാണ്. അതെ, പാവത്താനാണ്. എല്ലാം പറ്റുന്ന ഇതാണ്. എന്താണ് അയലോക്കക്കാരനാണ്, അയലോക്കത്താണ് കെട്ടിയിരിക്കുന്നത്, കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇത് ഇയാൾ പൂട്ടിയിടും. ഇയാൾ എല്ലാവരെയും കുരുക്കും. ഒരാളെ മാത്രമല്ല, ഇയാളുടെ വിശ്വസ്തരെ നടിച്ച് അടുത്ത് കൂടിയേക്കുന്ന ഇയാളെ എന്നാ പറ്റിക്കാവുന്ന കരുതി അവർ വരും. പക്ഷെ ഇയാൾ അവരെ മൊത്തം തന്ത്രപരമായിട്ട് കുരുക്കും. അത് തന്നെയാണ് സംഭവിച്ചത്. മഹേശനും അത് തന്നെയാണ് സംഭവിച്ചത്. മഹേശന്റെ മരണം ആത്മഹത്യയാണോ എന്ന് പോലും സംശയമുണ്ട്. അങ്ങനെ മർദ്ദനമേ ആവാം, ചിലപ്പം ആത്മഹത്യ. കാരണം വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് മഹേശ്. പ്രോബ്ലം ഇത്രേ ഉള്ളൂ, ഈ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് ആത്മഹത്യയായിട്ട് തീരത്തുള്ളൂ. അതങ്ങനെ വരത്തുള്ളൂ. പക്ഷേ ഇതല്ല, ഇയാൾ നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. എന്നിട്ട് അയാൾ പറഞ്ഞു, ഭാര്യയോടെ പറഞ്ഞിട്ട് പോയതാ അവർ പറയുന്നത്. തിരിച്ചു വന്നിട്ട് എന്തെങ്കിലും അദ്ദേഹം അനുകൂല നിലപാടാണ് എടുക്കുന്നതെങ്കിൽ ബാക്കിയെല്ലാം ഞാൻ അങ്ങ് പിന്മാറും. ഇങ്ങനെ കത്തെല്ലാം എഴുതി വെച്ചിട്ടാണ് പോയത്. ഈ ആത്മഹത്യാക്കുറിപ്പല്ല, ബാക്കി ഒരുപാട് കത്തുകളും കണക്കുകളും എല്ലാം എഴുതി വെച്ചിട്ടാണ് പോയത്. അത് മാത്രമല്ല, ഈ വെള്ളാപ്പള്ളിയുടെ കയ്യിൽ ഇയാളുടെ ഒരു ഡയറി ഉണ്ട്. ഈ മഹേശൻ ഒരു ഡയറിയുമായിട്ട്, ഈ ഡയറിക്കകത്ത് കംപ്ലീറ്റ് കണക്കുണ്ട്. ഇതുമായിട്ടാണ് കാണാൻ വന്നത്, കറുത്ത ഡയറി. ഈ കറുത്ത ഡയറി അപ്രത്യക്ഷമാണ്. അപ്പോൾ അന്ന് വെള്ളാപ്പള്ളി ആദ്യ സമയത്ത് ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ മഹേശൻ എഴുതിയ ഡയറി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇപ്പൊ അതിനെക്കുറിച്ച് ഈ മഹേശൻ മഹാനായിരുന്നെന്നും എന്റെ ആത്മാവായിരുന്നു ഒക്കെ മരിച്ചപ്പോ പറഞ്ഞു. അയ്യോ ആണോ, അന്ന് പറഞ്ഞു എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, എന്റെ എല്ലാമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ 15 കോടി മോഷ്ടിച്ചു എന്ന് പറയുമ്പോൾ അതിൽ 1 കോടിയെങ്കിലും കണ്ടുപിടിക്കണ്ടേ? അല്ല, എന്തെങ്കിലും ഒന്ന് കാണണ്ടേ? അയാൾക്ക് എന്തെങ്കിലും ഒക്കെ അധിക സ്വത്തുണ്ടാവണ്ടേ? അയാളുടെ കടങ്ങളുടെ കാര്യം അയാളുടെ ഭാര്യ പറയുന്നത്. അല്ല, ഇപ്പോഴും അവർ ശ്രമിക്കുന്നത് എന്താ വെച്ചാൽ മരിച്ചുപോയ മഹേശൻ അടിച്ചു മാറ്റി എന്ന് പറഞ്ഞാൽ ഇവരുടെ ബാധ്യത തീർന്നല്ലോ. ഞാൻ പണ്ട് എൻ്റെ വൈഫ് കേരള സ്പോർട്സ് കൗൺസിലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വർക്ക് ചെയ്യുക, അവിടെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്. അപ്പോൾ അവിടെ ഒരു വളരെ വിചിത്രമായ സംഗതി കണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഓഡിറ്റിംഗ് പലപ്പോഴും ഇല്ല, സ്റ്റോക്ക് വരുള്ളൂ. അതായത് പിള്ളേർക്ക് കിറ്റ് കൊടുക്കാൻ തരും. അപ്പോൾ കിറ്റ് കൊടുക്കാനായിട്ട് വരുന്ന അത് ഓഡിറ്റ് ചെയ്ത് കണക്കെടുത്ത് നോക്കണമല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം ലോഡ് വന്നപ്പോൾ വൈഫ് പറഞ്ഞു, അപ്പോൾ ഒപ്പിടാൻ വന്നപ്പോൾ പുള്ളിക്കാരത്ത് പറഞ്ഞു, ഇത് ഇത്ര ഉണ്ടോ എന്ന് എങ്ങനെ നമ്മൾ അറിയുന്നത്? അല്ല, അതെല്ലാം ഉണ്ട് മാഡം എന്ന് പറഞ്ഞു. ഞാനൊന്ന് കണക്കെടുത്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഇവർ സഹകരിക്കത്തില്ല. ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന പരിപാടിയാണ്. അപ്പൊ അവർ പറഞ്ഞു, ഞാൻ നോക്കാതെ വെരിഫൈ ചെയ്യാതെ ഞാൻ ഒപ്പിട്ട തരത്തിലെന്ന് പറഞ്ഞു. അപ്പം ആരെയും സഹായത്തിന് കൊടുക്കത്തില്ല. എങ്കിൽ പോലും പുള്ളിക്കാരത്തെ ഇവിടെ അസിസ്റ്റന്റ് സെക്രട്ടറി ആയ കാരണം ഒരു ഓഫീസറെ കൂടെ കൂട്ടി അവിടെ പോയി കണക്കെടുക്കാൻ തുടങ്ങി. ഒരു ദിവസം മുഴുവൻ കണക്കെടുത്തു. എന്നിട്ട് സീല് അടച്ചിട്ട് പിറ്റേ ദിവസം വന്നപ്പോൾ ഈ സ്റ്റോക്ക് സൂക്ഷിച്ചിരുന്ന ഓഫീസിൽ മോഷണം നടന്നു പറഞ്ഞ് പോലീസ് പരാതി കൊടുത്തിട്ട് ക്ലോസ് ചെയ്യിപ്പിച്ചു. അപ്പൊ ഇതിനൊക്കെ എന്തായാലും വ്യത്യാസം ഉണ്ടോ, അത് മോഷണം പോയില്ലേ? അങ്ങനെ ആക്കി. അപ്പൊ ഒരു പോലീസ് പരാതി കൊടുത്തു. അവിടെ മോഷണം നടന്നതിന്റെ പേര് പോലീസ് കേസെടുത്തു. അപ്പൊ ഇത്ര സാധനം മോഷണം, എത്രയാണോ സ്റ്റോക്കിന് വ്യത്യാസം വരുന്നത് അത് മോഷണ വസ്തു. ഇതാണ് നമ്മുടെ നാട്ടിൽ അഴിമതി നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതിയുടെ വ്യാപ്തി തന്നെ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഭയാനകമായ ലോകത്താണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നയാൾ ഓർക്കണം. എനിക്ക് ഏറ്റവും സങ്കടം എന്ന് വെച്ചാൽ ഞാൻ മോദിയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന രാജ്യത്തിന്റെ രക്ഷകനായിരിക്കുന്ന പ്രധാനമന്ത്രി ഈ പെരും കള്ളന് പത്മഭൂഷൺ കൊടുത്തിരിക്കുന്നു. ഇൻസ്പെക്ഷനും ഇല്ലാതെ കൊടുത്തിരിക്കുന്നത്. അതാണ് പത്മഭൂഷൺ കൊടുത്തിരിക്കുന്നു. 124 കേസുകളിലെ പ്രതിയാണ്. നമുക്ക് അത്ര ഇല്ലെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ഒരു സമുദായത്തെ ഒന്നടങ്കം കൊള്ളയടിക്കുകയും നോക്കുക. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറയുമ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട 5 എലമെന്റുകളുണ്ട് അദ്ദേഹത്തിന്റെ അഴിമതിക്ക്. അതൊന്ന് പ്രത്യേകം എണ്ണി പറയട്ടെ. ഒന്നാമത്തേത് SNDP യോഗത്തിന്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി അദ്ദേഹം നിയമവിരുദ്ധമായിട്ടാണ്. കാരണം അത് ഒരു പ്രത്യേക തരത്തിൽ ഇദ്ദേഹം നിയമം പരിഷ്കരിച്ച് 200 പേരിൽ ഒരാൾക്ക് വോട്ടെന്നാക്കും. ആനുപാതിക പ്രാതിനിധ്യം. ആ 200 പേരിൽ ഒരാൾക്കെന്ന് പറഞ്ഞാൽ ഒരു ശാഖയിൽ നിന്ന് ഇപ്പം ഞങ്ങളുടെയൊക്കെ ശാഖ 200 പേര് താഴെയാണ്. ഞങ്ങൾക്ക് അവിടെ 2 ശാഖയുണ്ട്. ഞാൻ അംഗമായിരിക്കുന്ന ശാഖയുണ്ട്, മറ്റൊരു ശാഖയുണ്ട്. ഒരു വോട്ടേ ഉള്ളൂ. നിങ്ങളുടെ പക്ഷെ അതിൽ കൂടുതൽ കാണും അല്ലേ? നമ്മുടെ അവിടെ ഞാൻ ശാഖയിൽ അംഗമല്ല. ഞാൻ ഇദ്ദേഹം കാരണമാണ് ആകാത്തത്. അതായത് ഞാൻ ശാഖയിൽ അംഗമാണ്. അപ്പം 201 പേരുണ്ട്, 2 പേരുണ്ടാവും. 399 വരെ. അപ്പൊ ഈ പ്രതിനിധികൾ ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവരാണ് SNDPയുടെ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ യൂണിയനോട് പറയും ഇന്ന സമയത്തിൽ പ്രതിനിധികളെ കൊണ്ടുവരാൻ. യൂണിയൻ എന്ത് ചെയ്യും? ഇവരുടെ ആളുകൾ അറിയാമല്ലോ. ഇപ്പൊ നിങ്ങൾ ഓമല്ലൂരിലെ ശാഖയിൽ എന്റെ വെള്ളാപ്പള്ളിയുടെ ആളാണെങ്കിൽ അവർക്കറിയാമല്ലോ. നിങ്ങളെ അവിടുന്ന് പ്രതിനിധി അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ആളെ കൂട്ടിയിരിക്കുകയാണ്, നിങ്ങളെ ഇത്തവണ വെട്ടണം. പക്ഷെ തെരഞ്ഞെടുക്കുന്നത് ഞാൻ അറിയത്തില്ല. അത് ഈ ഇലക്ഷൻ നടക്കുന്നിടത്ത് വേറെ പരിപാടിയുണ്ട്. അല്ല, ഇലക്ഷൻ നടക്കേണ്ട ഞാൻ അറിയണ്ടേ? അതെ,
എന്നിട്ട് വെട്ടുപിഴച്ചാണ് വരുന്ന ഒരു 100 പേരുടെ 10 പേരെ വെട്ടുപിഴച്ച് ഇങ്ങനെ വാശിക്കിരുന്നത്. അതായത് ചിലയിടത്തൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവർ രഹസ്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് 24 മണിക്കൂർ അവിടെ കാവലിരിക്കും, തെരഞ്ഞെടുപ്പുണ്ടോ അറിയാൻ വേണ്ടി. അങ്ങനെയൊക്കെ വരുന്നവരാ 10 പേരുള്ളത്. അപ്പൊ ഒരിക്കലും വെള്ളാപ്പള്ളി നടേശനെ ഈ സെക്രട്ടറി സ്ഥാനം തോപ്പിക്കാൻ പറ്റത്തില്ല. ഒരു വശത്ത് ഇത് ഹൈക്കോടതി റദ്ദ് ചെയ്തു, സുപ്രീം കോടതി ഹൈക്കോടതി ഡിവിഷൻ സ്റ്റേ ചെയ്തിരുന്നു. ഇതാണ് ഒന്നാമത്തേത്. പിന്നെ 2, ഇത് കമ്പനിയാണ്. അതെ, ഈ കമ്പനി ആക്ട് കണക്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല, ഡയറക്ട് ബോർഡ് അങ്ങ് ഡിന്നില്ല, ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ഇയാളെ ഒഴിവാക്കിയത്. ഇയാളിപ്പോ സത്യത്തിൽ ഇപ്പൊ ജനറൽ സെക്രട്ടറി അല്ല, കാരണം ഇയാളിപ്പോ കാവലാണെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു സംഘടനാപരമായ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം നമ്മൾ ഈ പറഞ്ഞ മഹേഷിന്റെ മൈക്രോ ഫിനാൻസിന്റെ തട്ടിപ്പ്. മഹേഷിന്റെ ആത്മഹത്യയിൽ 10 വർഷം തടവ് കിട്ടാവുന്ന കുറ്റകൃത്യത്തിലെ പ്രതിയാണ് ഇയാൾ. മൂന്നാമത്തേത് മൈക്രോ ഫിനാൻസ് 124 കേസുകൾ, ഒന്നിൽ കുറ്റപത്രമായി കഴിഞ്ഞു, 124 കേസുകൾ. നാലാമത്തേത് SN ട്രസ്റ്റിന്റെയും SNDPയിലെയും വിദ്യാഭ്യാസ സ്ഥാപനം, കോളേജുകളും സ്കൂളും നടക്കുന്ന നിയമനവുമായി ബന്ധപ്പെട്ട ശതകോടികളുടെ, അതായത് ഇയാൾക്ക് മുമ്പ് വരെ അവിടെ ഒരാളെ അഡ്മിഷൻ എടുത്താൽ ഒരു സംഭാവന മേടിക്കും, അത്രേ ഉള്ളൂ. ആ സംഭാവന രസീത് കൊടുത്തിട്ട് ട്രസ്റ്റിനോ അല്ലെങ്കിൽ SNDP കൊടുക്കുമായിരുന്നു. ഇപ്പം ടെക്നിക്കലി അങ്ങോട്ട് സംഭവമില്ല, കാശ് മേടിച്ച് കാണിച്ചു കൊള്ളേക്കും. അടുത്തത് 5-മത്തേത് മറ്റ് ബാറടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹത്തിന് നിയമം. ഇത്രയും മേഖലകളെ തിരിക്കാവുന്ന നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ, അയാളെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് തടിച്ചു കൊടുത്ത്. അത് ആദ്യം എന്താണ്, പിണറായി വിജയൻ എതിരായിരുന്നു ഇയാൾക്ക്, ഓർക്കുന്നുണ്ടോ? ഇയാൾ പിണറായി വിജയനെതിരെ പറഞ്ഞു, പിണറായി വിജയൻ ഇയാളെ പൂട്ടുമെന്ന് പറഞ്ഞു വന്നു. ഇതെല്ലാം വന്നതിന് ശേഷമാണ് പിണറായി വിജയൻ, ഇയാളുടെ ഒരു തന്ത്രം ഉണ്ടെന്നാണ് ഇവർ. ഇയാൾ എന്ത് ചെയ്യും, വെടക്കാക്കി തനിക്കാക്കുന്ന ഒരു പരിപാടിയാണ്. ഇയാൾ ആദ്യമേ അങ്ങ് വിമർശിക്കും നമ്മളെ, അപ്പം നമ്മളവിടെ കാണാൻ ചെല്ലുമല്ലോ, അപ്പോൾ അവിടെ സെറ്റ് ചെയ്യും. അല്ല, അത് മാത്രമല്ല, ഈ നമ്മുടെ ഒരു പ്രത്യേകത സമുദായ നേതാവ് എന്ന തരത്തിൽ ഒരു സമുദായത്തിന്റെ നേതാവാണല്ലോ, അതിന് എപ്പോഴും ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരമാണ് ഇയാൾ മുതലെടുക്കുന്നത്. ഒരു മെത്രാനാണെങ്കിലും, അതെ, ഈ പറഞ്ഞ സ്വാമിയാണെങ്കിലും. പക്ഷെ സതീശന്റെ അടുത്തിരിക്കുന്നു കൊണ്ടുവന്ന വെച്ചാൽ എനിക്കത് സതീശനോട് വലിയ ബഹുമാനം തോന്നി. വെള്ളാപ്പള്ളി അല്ല സമുദായ നേതാവ്, നേരെ മറിച്ച് ശിവഗിരി മഠമാണ് എന്നുള്ള സ്ഥാനമാണ് അദ്ദേഹത്തിന്. അതാണ്. അപ്പൊ ശിവഗിരി മഠം എന്താണ്, സ്വാമി ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം അല്ലേ എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞത്. അത്രേ ഉള്ളൂ. ഗുരുദേവനെ കുറിച്ച് ഇവർക്ക് അറിയില്ല. ഗുരുദേവൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഗുരുദേവൻ. അതായത് ഗുരുദേവൻ യഥാർത്ഥത്തിൽ ഗുരുദേവന്റെ ധാര സന്യാസ ശ്രേഷ്ഠന്മാരെ സൃഷ്ടിച്ചത് ഈ ശിവഗിരി മഠത്തിന്റെ ഭാഗമായിട്ടാണ്. പിന്നെ അദ്ദേഹത്തെ നിർബന്ധിച്ചാണ് അദ്ദേഹം സാമൂഹിക പ്രവർത്തനം നടത്താൻ വേണ്ടി SNDP ഉണ്ടാക്കുന്നത്. അത്രേ ഉള്ളൂ. അത് പുള്ളിക്ക് വലിയ താല്പര്യമുള്ള ഉണ്ടായിരുന്നില്ല. കേസുമല്ല. ഇത് മാത്രമല്ല, അദ്ദേഹം അവിടെ അതിന് മുമ്പ് തന്നെ അത് ഞാൻ വിട്ടുപോയിട്ട് കുമാരനാശാനും ബാക്കിയുള്ള എല്ലാവരും അതെ അങ്ങനെ ആയിരുന്നു. അപ്പൊ എന്നിട്ട് ആ ഗുരുദേവന്റെ തുടർച്ച യഥാർത്ഥത്തിൽ ശിവഗിരി മഠമാണ്. അതെ, ആ ശിവഗിരി മഠം ഇപ്പം അപ്രസക്തമായി. ഇപ്പൊ അടുത്ത ഗുരു, യഥാർത്ഥ ഗുരു ഇദ്ദേഹമായി മാറി, വെള്ളാപ്പള്ളി നടേശ ഗുരു. വെരി ഗുഡ്, നടേശ ഗുരു. ഒരു കാര്യമേ ഇതിൽ പരിസമാപ്തി ഉള്ളൂ. കാരണം അങ്ങേയറ്റത്തെ വൃത്തികേടുകളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങേയറ്റത്തെ ക്രിമിനൽ പ്രവർത്തികളാണ്. പക്ഷേ 90 വയസ്സായിരിക്കുന്നു, അതുകൊണ്ട് ഇനിയിപ്പോൾ നൂലാമാലകളൊക്കെ തീർത്ത് ഇങ്ങനെ ജയിലിലടയ്ക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ പറയാൻ പറ്റത്തില്ല. ഹരിശങ്കറിന്റെ പിതാവിനെ ബെഡിൽ നിന്ന് കിടന്നിട്ട് ആശുപത്രിയിൽ അടച്ചുകൊണ്ട് അങ്ങനെ സംഭവിക്കാം. പക്ഷെ ഇതിനിടെ ഇങ്ങനെ ഗുരുതരാവസ്ഥയിലൊക്കെ വരികയൊക്കെ ചെയ്തായിരുന്നു. ഇനി അങ്ങനെ സംഭവിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കും. വെള്ളാപ്പള്ളിയുടെ ഒരു ലെഗസി ഇത് അവിടെ അവസാനിച്ചേ പറ്റൂ. അത് മകനിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. മാത്രമല്ല, ഈ മിക്ക കേസുകളും മകൻ പ്രതിയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇതടക്കം ഞാൻ FIR കണ്ടു. അതെ, ഈ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ ഒരു പ്രതിയാണ് മകൻ. അപ്പം മകൻ അനുഭവിക്കേണ്ടി വരും. ആ അപ്പൻ ഉണ്ടാക്കിയിട്ട ഈ കണക്കറ്റ സ്വത്തുക്കളൊന്നും തന്നെ മകന് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാവില്ല. എന്തായാലും ഗുരുദേവൻ, ഞാൻ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന ഗുരുദേവൻ ഈ അനീതി കണ്ണടച്ചിരിക്കുമെന്ന് വിശ്വസിക്കാൻ പ്രയാസമാണ്. വെള്ളാപ്പള്ളി നടേശനും അദ്ദേഹത്തിൻ്റെ പരമ്പരയ്ക്കും തക്കതായ ശിക്ഷ ഗുരുദേവൻ കൊടുക്കട്ടെ, അതിന് അവസരം ഒരുക്കട്ടെ. VD സതീശൻ അതൊരു നിമിത്തമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ആശംസിക്കാം. നന്ദി, നമസ്കാരം.